തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി കവിത പോലെ എന്താ സാർ? ചുമ്മാ ഈ വഴിക്ക് പോയപ്പോ ഇങ്ങോട്ടൊന്ന് കയറാമെന്ന് കരുതി. ഇവിടെ ഈ സർക്കിളിൽ ഞാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ പേരും പെരുമയും കൊണ്ട് നാടാകെ പ്രശസ്തനായ സാക്ഷാൽ MRCയുടെ വീടൊന്നും സന്ദർശിച്ചില്ലെങ്കിൽ അതെനിക്കൊരു പേരുദോഷമാവില്ലേ മാഡം? അത് നേരാ. പക്ഷേ ഒരു പോലീസ് ജീപ്പ് ഇങ്ങനെ മുറ്റത്ത് ചുമ്മാ കിടക്കുന്ന കണ്ട അത് ഞങ്ങൾക്കൊരു പേരുദോഷ. എന്ത് ചെയ്യാനാ മാഡം? വരേണ്ടി വന്നാ വന്നല്ലേ പറ്റൂ. അകത്തേക്കിരിക്കാം. ഇരിക്കൂ. ഇവിടെ അടുത്ത 1-2 വീടുകളിൽ അല്ലറ ചില്ലറ മോഷണ ശ്രമം നടക്കുന്നു എന്നൊരു കംപ്ലൈന്റ്. അന്വേഷിക്കാതെ പറ്റുമോ? തൊപ്പി തലയിൽ വെച്ച് പോയില്ലേ? അന്വേഷിച്ചു. തൊണ്ടി മുതലൊന്ന് കിട്ടുകയും ചെയ്തു. ആ സാരമില്ല, ഇതിനേക്കാൾ നല്ലൊരു കൈച്ചങ്ങല ഡിപ്പാർട്ട്മെന്റ് വക അവനും കൊടുത്തേക്കാം. നല്ല അസലൊരു പാരിതോഷികമായിട്ട്. എന്താ മാഡം, അതല്ലേ നല്ലത്? അതൊക്കെ നിങ്ങളുടെ കാര്യം, എന്നോട് ചോദിക്കുന്ന എന്തിനാ? ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, ഇവിടെ അങ്ങനെ വല്ല കള്ളന്മാരുടെ ശല്യവും? ഇവിടെ ഒരു ശല്യവും ഇല്ല. എന്നാലും സൂക്ഷിക്കണം മാഡം. അവൻ ഈ ഏരിയയിൽ തന്നെ ഉണ്ടെന്നാ ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. ഒരു പഴഞ്ചൊല്ല് പറയില്ലേ, കള്ളം കപ്പലിൽ തന്നെയെന്ന്, അതുപോലെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മാഡം. ജീപ്പ് അധികം നേരം മുറ്റത്തിട്ട് MRCക്കും പരിവാരങ്ങൾക്കും ഞാനായിട്ടൊരു പേരുദോഷം വരുത്തുന്നില്ല. ആ പിന്നെ മാഡം, ഈ കൈച്ചേനിട്ട് കണ്ട് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. ഓക്കെ, നമുക്കിനിയും കാണാം. നീ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ? ഏയ് ഒന്നുമില്ല. അത് കള്ളം. എന്തോ ഉണ്ട് നിന്റെ മനസ്സിൽ, പറയാ. ഗൗരിക്കിപ്പോ എന്നോടുള്ള സ്നേഹം കുറയുന്നുണ്ടോന്നൊരു സംശയം. ഇതാണോ നീ ഇത്ര നേരം തലകുത്തിന്ന് ആലോചിച്ചത്? ഷെയിം ഷെയിം. എന്താ ഞാൻ പറഞ്ഞ കാര്യമല്ലേ? നിനക്കിപ്പോ ആ പഴയ സ്നേഹമൊന്നും എന്നോടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു.
നീ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ലേ? എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ കൂടെ താമസിപ്പിച്ചാൽ എന്താ? നമുക്കൊരുമിച്ച് ഒരു ജീവിതം തുടങ്ങിയാൽ എന്താ? ഡോൺ ബി സില്ലി നന്ദിനി. ഇഷ്ടത്തിന്റെയും സ്നേഹത്തിന്റെ അളവ് നോക്കാൻ നീ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. പിന്നെ പിന്നെ എത്ര നാളിങ്ങനെ കഴിയാമെന്നാ? അങ്ങനെ എടുത്തിയടിച്ചേണ്ട കാര്യമൊന്നുമല്ലോ ഇത്. സമയാവട്ടെ. ഇങ്ങനെ സമയവും കാലവും നോക്കി കാത്തിരിക്കാൻ പറയണത് വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ കഴിയാഞ്ഞിട്ടാ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയണമെങ്കിൽ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടാവണം മനസ്സിൽ. എന്താ നന്ദിനി, നിനക്കെന്നെ വിശ്വാസമില്ലേ? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പോ പറഞ്ഞാലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല, മരണം വരെ. എനിക്ക് വല്ലാതെ പേടി തോന്നാ ഗൗരി. എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ? ഞാനില്ലേ നിന്റെ കൂടെ? എനിക്കങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ നിന്നെ? കഴിക്കേ. ഒരു മിനിറ്റ്. ഹലോ, നീ എവിടെയാ ഗൗരി? ഞാൻ ഇവിടെ അടുത്തുണ്ട്. എന്താ? ആകെ പ്രശ്നമായല്ലോടാ മോനെ. ആ CI കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു. എന്തിന്? വ്യക്തമായിട്ടൊന്നും അയാൾ പറഞ്ഞില്ല. പക്ഷെ ഒന്നുറപ്പുണ്ട്, ആ ഗിൽബർട്ടിന്റെ മേൽ അയാൾക്കൊരു സംശയമുണ്ട്. അവന്റെ കൈച്ചെയിനുമായിട്ട് അയാൾ വന്നത്. അതൊരു തൊണ്ടിമുതലായിട്ട് എവിടുന്നോ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. സംഗതിയാകെ കുഴയുന്നാ തോന്നുന്നത്. അമ്മ ടെൻഷൻ അടിക്കണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തല ഊരിയേ പറ്റൂ. ആ ഗിൽബർട്ടിനോട് സൂക്ഷിക്കാൻ പറയണം. അബദ്ധത്തിനെങ്ങാനും ചെന്ന് പെട്ടുകൊടുത്താ അതോടെ തീരുമല്ല. ഇത് നിന്നെ അറിയിക്കാൻ വേണ്ടിയാ വിളിച്ചത്. കാര്യങ്ങളെല്ലാം ഞാൻ മോഹനോട് പറഞ്ഞിട്ടുണ്ട്. ഗിൽബർട്ടിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുക അവൻ. എന്നാ ശരി. ശരി. ആരാ ഗൗരി? അമ്മയാ. മോഹനേട്ടൻ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. തൃപ്തിയായല്ലോ. ഇനി മനസമാധാനമായിട്ട് നെഞ്ചും വിരിച്ചു പിടിച്ച് നടക്കാം നിനക്ക്. അതിനാണല്ലോ തല കൊണ്ട് ആ CIയുടെ കക്ഷത്ത് വെച്ചു കൊടുത്തത്. ഇഡിയറ്റ്. നിന്റെ ബ്രേസ്ലെറ്റ് എവിടെ? അതെവിടെ കളഞ്ഞുപോയി? എവിടെയാണെന്നറിയില്ലേ? അന്ന് രാത്രി ആ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാ കാണാതായത്. കൊള്ളാം, അസലായിട്ടുണ്ട്. ചുമ്മാതല്ല ആ CI അതും പൊക്കി പിടിച്ച് വീട്ടിലോട്ട് വന്നത്. എവിടുന്നോ കിട്ടിയ തൊണ്ടി മുതലാണെന്നും പറഞ്ഞു. ഉറപ്പാ ഗിൽബർട്ടെ, അന്നത്തെ ആ സംഭവത്തിന് പിന്നിൽ നീയാണെന്ന് അയാൾ അറിഞ്ഞിട്ടുണ്ട്. നീയും ഞാൻ തമ്മിലുള്ള ബന്ധത്തിൽ അയാൾക്ക് സംശയവുമുണ്ട്. അല്ലെങ്കിൽ അതും കൊണ്ട് അയാൾ വീട്ടിൽ വരില്ലായിരുന്നു. പ്രശ്നാവോ? സംശയം എന്താ? അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഇനി കിടന്ന് തലകുത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതും ഞാൻ പറഞ്ഞു തരണോ? ആലോചിക്ക്. അയാളുടെ വലയിൽ ചെന്ന് വീഴണോ അതോ ഒഴിഞ്ഞു മാറണോന്ന്? അങ്ങനെ അയാൾക്ക് പിടികൊടുത്താൽ ശരിയാവില്ലല്ലോ. ഓ ഭാഗ്യം, അങ്ങനെ ഒരു ബോധമെങ്കിലും ഉണ്ടല്ലോ. കാര്യങ്ങൾ ഏകദേശം അയാൾ അറിഞ്ഞ സ്ഥിതിക്ക് ഒരു കാരണവശാലും അയാളുടെ കണ്ണിൽ പെടാതെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയാനാ നിന്നെ ഞാൻ വിളിപ്പിച്ചത്. പിടിക്കപ്പെട്ടാലുള്ള ഭവിഷ്യത്തറിയാലോ. സോ ബി കെയർഫുൾ. അയാളുടെ കണ്ണെത്താത്ത ഏതെങ്കിലും ഒരിടം വേഗം കണ്ടുപിടിക്ക്. വൈകണ്ട. ഹലോ, ഗിൽബർട്ടാണ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വിവരങ്ങളൊന്നും അറിയാതെ അമ്മ അവിടെ ആകെ വിഷമിച്ചിരിക്കായിരിക്കും. ഇനിയിപ്പോ വിഷമിക്കാൻ എന്താ? ഇന്ന് ഡിസ്ചാർജ് ആയ മാഷ് നേരെ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? അതെ, പക്ഷേ അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. അമ്മയല്ലേ ഈ സന്തോഷം വർത്താൻ ആദ്യം അറിയണ്ടേ? നേരാ.
മാഷിന്റെ കേസിന്റെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ടെങ്കിലും ജാമ്യം കിട്ടിയെന്നും അസുഖം ഭേദമായി ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് അറിയുമ്പോൾ ശ്രീദേവി അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാവും. അത്രയ്ക്ക് കാര്യമാണ് അവർക്ക് ഗോവിന്ദ മാഷിനോട്. എന്ത് നല്ല മനസ്സാ ഗോവിന്ദ മാഷിന്റെ. അധികം നാളത്തെ പരിചയമൊന്നുമില്ലെങ്കിലും ആ അച്ഛനും മകളും മനസ്സിൽ വല്ലാതങ്ങ് പതിഞ്ഞു പോയി ഗോപ. സത്യം പറഞ്ഞ ബന്ധങ്ങളുടെ എല്ലാം വില മനസ്സിലാകുന്നത് ഇപ്പോഴാ. ശരിയാ, അത് മനസ്സിലാക്കി തരാൻ ഈശ്വരൻ അയച്ചതാ അവരെ. ഗോപൻ എന്താ മോളെ നേരത്തെ ഇറങ്ങിയത്? നമുക്ക് ഒരുമിച്ചങ്ങ് പോവായിരുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ട് അച്ഛ പോയത്. ദിവസം എത്രയായി ഗോപൻ ഇവിടെ ഈ മരുന്നിന്റെ മണോ ശ്വസിച്ച്. ഒന്നാമതേ വയ്യാത്തതാ, വല്ലാതെ മുഷിഞ്ഞു കാണും. കുറച്ചെങ്കിലും നേരത്തെ വീട്ടിൽ ചെന്ന് ശുദ്ധവായു ശ്വസിക്കട്ടെ. പിന്നെ അവിടെ ആദ്യ പിടിച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അമ്മാവന്റെ കൂടപ്പിറപ്പ്. കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ അറിഞ്ഞ് കക്ഷിക്കൊരാശ്വാസായിക്കോട്ടെ. ഞാൻ കാരണം എല്ലാവരും കുറച്ച് കഷ്ടപ്പെട്ടില്ലേ? ഓ, ഇന്നലെ വരെ ചേച്ചിയായിരുന്നു ഇതും ചോദിച്ചോണ്ട് നടന്നത്. ഇപ്പതാ അമ്മാവനും. അറിയാഞ്ഞിട്ട് ചോദിക്കാ, ഞങ്ങളെ അത്ര അന്യരായിട്ടാണോ കണക്കാക്കിയത്? അതല്ല മോളെ, പെട്ടെന്ന് ഇങ്ങനെ ആപത്ത് വരുമ്പോ ആർക്കായാലും അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടും ആവില്ല. അതൊക്കെ അമ്മാവന്റെ ഓരോ തോന്നലാ. ആ, അതെന്തെങ്കിലും ആവട്ടെ. ഇതിപ്പോ 2-3 തവണയായി മുകളിലേക്ക് വിളിക്കുന്നു. ഇത്തവണ ഞാൻ ഉറപ്പിച്ചതാ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ എന്നെ വിട്ട് അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ അച്ഛന്? പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ കേസും കോടതി അസുഖമൊക്കെ ആയിട്ട് ഞാൻ എന്റെ മോൾക്കൊരു ഭാരമാവുന്നതിനേക്കാൾ നല്ലത് അങ്ങ് പോകുന്നതല്ലേ. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ് വെറുതെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എനിക്കൊരു ഭാരം അത്ര അങ്ങനെ തോന്നി തുടങ്ങി അച്ഛന്. പക്ഷെ എനിക്ക് ഈ നിമിഷം വരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇനിയോട്ട് അങ്ങനെ തോന്നേയില്ല. അച്ഛന്റെ മകളായി ജനിച്ചത് ഒരു ഭാഗ്യമായിട്ടാ ഞാൻ ഇതുവരെ കരുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ അച്ഛൻ പറ, അമ്മ മരിച്ച പിന്നെ അച്ഛന് ഞാനൊരു ഭാരമായി തോന്നിയിട്ടുണ്ടോ? എന്താ മോളെ നീ പറയുന്നത്? എനിക്ക് നീ ഒരു ഭാരമാവോ? ഒരിക്കലുമില്ല. അവള് പോയേ പിന്നെ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്നെ നീയല്ലേ. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ. ആണല്ലോ. എങ്കിലിപ്പോ ഞാൻ ജീവിക്കുന്നത് എന്റെ അച്ഛന് വേണ്ടിയാ. എന്നെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കാൻ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ. സോറി മോളെ, ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാ. ക്ഷമിച്ചേക്ക്. അറിഞ്ഞുകൊണ്ട് എന്റെ മോളെ ഞാൻ വിഷമിപ്പിക്കുമോ? ഓ, മതി മതി. ഇനി വീട്ടിൽ ചെന്നിട്ടാവാം അച്ഛന്റെ മോളുടെയും സോറി പറച്ചിലും സ്നേഹപ്രകടനവും ഒക്കെ. വാ, നമുക്ക് ഇറങ്ങാം. ദേ, ഇറങ്ങുന്നൊക്കെ കൊള്ളാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇവിടെ വച്ച് തന്നെ ഉറപ്പ് തരണം. വീട്ടിൽ ചെന്നാലും ഞാൻ ഓഫീസിലാണല്ലോ എന്ന് കരുതി മരുന്ന് മുടക്കാനോ സമയത്തിന് ഭക്ഷണം കഴിക്കാതെ ഓടിച്ചാടി നടന്ന് ശരീരം ഇളക്കാനോ പാടില്ല. എന്താ, സമ്മതിച്ചോ? ഓ, സമ്മതിച്ചിരിക്കുന്നു. ആ, അനുസരണക്കേട് കാണിച്ചാലേ ഞാൻ അവിടുന്ന് തന്നെ അറിയും. ഇന്ദുമായൊക്കെ ഉണ്ടല്ലോ അവിടെ. ഞാൻ നോക്കിക്കോളാം ചേച്ചി, എല്ലാം ഞാൻ അനുസരിപ്പിച്ചോളാം. ഇനിയിപ്പൊ ചോദിക്കുന്നവരോട് പറയാലോ, കുട്ടികളെ 2 മൂത്തതൊരു അമ്മുക്കുട്ടി, ഇളയതൊരു അമ്മാവൻകുട്ടി. ചുരുക്കി പറഞ്ഞ വീട്ടിൽ ചെന്നാലും ഞാൻ തടങ്കലിൽ തന്നെ. ആ, ഇതൊന്ന് ചെക്ക് ചെയ്ത് ഇന്ന് എന്നെ കൊറിയർ ചെയ്യണം. ശരി സർ. വേണി എത്തിയില്ലേ? ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ, ഞാൻ മോളെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. അച്ഛനെ വീട്ടിൽ എത്തിച്ചോ മോളെ? ഉവ്വ്, അതാ കുറച്ച് വൈകിയത്. ഓ, അത് സാരമില്ല. ഇനിയിപ്പോ അച്ഛൻ ഹോസ്പിറ്റലാണെന്നുള്ള ടെൻഷൻ വേണ്ടല്ലോ. ടെൻഷൻ മുഴുവൻ ഇപ്പൊ ഇവിടെ ഒരാക്കാ. വെരികിനെ പോലെ പാഞ്ഞടക്കല്ലേ. ആരാ അങ്കിൾ? നമ്മുടെ മോഹനേന്ദ്രൻ. അല്ലാതാരാ? ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല അയാൾക്ക്. അതെന്താ? MRC എന്നാ വരിക എന്നറിയില്ലല്ലോ. അതിന്റെ ചങ്കിടിപ്പാ. അനുഭവിക്കട്ടെ. അദ്ദേഹം വരാൻ വൈകും. കൃത്യമായ ഡേറ്റ് എനിക്ക് അറിയൂ.
അവനറിയില്ല, ഞാനൊട്ടും പറയേയില്ല. ഓരോന്നൊക്കെ ചെയ്തു വച്ചതിന് കുറച്ചു നാൾ കൂടി അയാൾ ടെൻഷൻ അനുഭവിക്കട്ടെ. എല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരാളെ ഇനിയും എന്തിനിങ്ങനെ വച്ചോണ്ടിരിക്കുന്നത്? GM പോസ്റ്റിലേക്ക് വേറെ എഫിഷ്യന്റ് ആയ ഒരാളെ കിട്ടില്ലേ? കിട്ടാഞ്ഞിട്ടാണോ? സ്വന്തം പെങ്ങളുടെ മോനായി പോയില്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാം സഹിക്കുന്നതാ. അല്ലേ കാണാമായിരുന്നു, എന്നേ ചവിട്ടി പുറത്താക്കിയേനെ. എങ്ങനെ ഇതുപോലൊരു അസുര വിത്ത് ആ കുടുംബത്തിൽ പിറന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അനിയനാണെങ്കിൽ അതിലും കേമൻ. MRCക്ക് നല്ല വിഷമമുണ്ട് ഇവരുടെ കാര്യത്തില്. പക്ഷേ പറഞ്ഞിട്ടെന്താ, പരിചയപ്പെട്ട മോക്ക് മനസ്സിലാവും, നല്ല തങ്കപ്പെട്ട മനുഷ്യനാ. അന്തസ്സുള്ള പെരുമാറ്റം, കാര്യഗൗരവം, എന്തിനും ഏതിനുള്ള കൃത്യനിഷ്ഠ. വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതല്ലേ. ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ ഇന്നേ വരെ വേദനിപ്പിച്ചിട്ടില്ല. അതാ അങ്ങയുടെ മഹത്വം. എന്റെ ഇത്രയും നാളത്തെ ജീവിതത്തില് ഞാൻ ഇങ്ങനൊരാളെ കണ്ടിട്ടില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, അനന്തരവന്മാരായിട്ട് അതൊക്കെ ഇല്ലാതാക്കും. പക്ഷേ ഒരു ഗുണമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും MRC എന്ന് കേട്ടാൽ രണ്ടുപേരുടെയും മുട്ടുപറയ്ക്കും. അതല്ലേ ഇപ്പൊ MRC വരുന്നു പറഞ്ഞപ്പോ ഒരു പിടച്ചില്. മോഹൻ സാറ് വന്നില്ലേ ഇന്ന്? വന്നിരുന്നു. ആർക്കൊക്കെ ഫോൺ ചെയ്യുന്നത് കണ്ടു. ഇരിക്കപ്പുറതി ഇല്ലാതെ ഓടുന്നതും കണ്ടു. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾക്കൊരു സമാധാനവും ഇല്ല. എങ്ങനെ സമാധാനിക്കാനാ? ഏത് നേരത്താ അമ്മാവൻ പൊട്ടി വീഴാന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. വന്നാ പിന്നെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റവും കുറവും കണ്ടുപിടിച്ചുള്ള ചീത്തവിളിയായിരിക്കും മിച്ചം. ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ അവളൊരുത്തി ഉണ്ടല്ലോ, ആ വേണി. ചാര കണ്ണുമായിട്ട് അവളുടെ നടപ്പ്. സമർത്ഥയായിട്ട് തന്നെ അവൾ എനിക്കെതിരെ കരിക്കൽ നീക്കും. അതിനവളെ അനുവദിച്ചാലല്ലേ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഒന്നും നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല ഗിൽബർട്ടെ. അമ്മാവൻ അറിഞ്ഞാലേ അവതാളത്തിലാവുന്ന പല കാര്യങ്ങളുണ്ട്. പലതിനും ഞാൻ ഉത്തരം പറയേണ്ടി വരും. അതൊന്നും പോരാഞ്ഞിട്ടാ അരയും തലയും മുറുക്കിയിട്ടുള്ള CIയുടെ പുറപ്പാട്. നിന്റെ മേലൊരു സംശയം വന്ന സ്ഥിതിക്ക് അയാളിനി ഇത് തീർത്തേ അടങ്ങൂ. തകിടം മറിയും ഗിൽബർട്ടെ. സത്യാവസ്ഥ മുഴുവൻ അമ്മാവും കൂടി അറിഞ്ഞാ അതോടെ തീരുമല്ല. ആലോചിച്ചിട്ട് എനിക്കെന്റെ ചങ്ക് പറഞ്ഞിട്ട് വയ്യ. നാശം. എന്തെങ്കിലും ഒരു മാർഗം നീ കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അരുതാത്ത പലതും സംഭവിക്കും.